അപ്പോൾ സജി ഇങ്ങനെ 2-3 പുതിയ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ബസ് പ്രോജക്റ്റ്, ഒന്ന് ഊരാളി, യാത്ര ചെയ്യുന്ന പ്രോജക്ട്സ്. ഇതും നിങ്ങളുടെ കോൺസെപ്റ്റ് ഓഫ് മ്യൂസിക് ആൻഡ് തിയേറ്റർ എവിടെയാണ് ഇന്റർലിങ്ക്ഡ് മാർട്ടിൻ? ഞാൻ പഠിച്ചിട്ടുള്ളത് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലായിരുന്നു ഗ്രാജുവേഷൻ ചെയ്തത്. ആക്ടിംഗ് ആയിരുന്നു ഓപ്ഷൻ. അപ്പോൾ അവിടെ ചേരുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ തിയേറ്ററിനെ കുറിച്ചോ അല്ലെങ്കിൽ ആർട്ടിനെ കുറിച്ചോ അത് ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഇടപെടലിനെ കുറിച്ചൊക്കെ കുറച്ചൊരു ധാരണ കിട്ടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പഠനം കഴിഞ്ഞ് പിന്നെ ഒരു 7-8 വർഷത്തോളം ലാറ്റിൻ അമേരിക്കയിലായിരുന്നു. പ്രധാനമായിട്ട് ചിലിയിലും അർജൻറ്റീനയിലും ബ്രസീൽ അങ്ങനെ ആ പരിസരത്തൊക്കെ ആയിരുന്നു. നാടകം തന്നെയായിരുന്നു അവിടെ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്താണോ അത് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചിരുന്നത് അതിന് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു ആവേശം കൊണ്ട് നമ്മൾ താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്തു പോയിരുന്നു. കുറച്ചുകൂടി പുറത്ത് പോയിട്ട് തിയേറ്ററൊക്കെ ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് ഇത് എത്രത്തോളം ആളുകളുടെ അടുത്ത് വളരെ അടുത്ത് നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ കണ്ടംപററി സ്പേസിൽ ശരിക്കും അത് പബ്ലിക് അല്ലെങ്കിൽ പെർഫോമർ അങ്ങനെയൊന്നും മാറ്റി എടുത്തിട്ടില്ല. അത് തൊട്ടടുത്ത് നിൽക്കുന്നതാണ്. കാരണം നമ്മൾ പെർഫോമേഴ്സിന് നമുക്ക് എപ്പോഴും കാണാം. അതുപോലെ തന്നെ അവർ പ്രത്യേകിച്ച് ചിലിയൊക്കെ വളരെ ആർട്ടൊക്കെ അല്ലെങ്കിൽ തിയേറ്ററൊക്കെ അവരുടെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ വളരെ ശക്തമായിട്ട് ഇടപെടുകയും ആ ഒരു മൂവ്മെൻറ്റ് എപ്പോഴും അലൈവാക്കിയിട്ട് നിലനിൽക്കുന്നതാണ് അവിടെ. അപ്പോൾ നമുക്ക് പെർഫോമേഴ്സിനെ എവിടെയും കാണാം. ചിലപ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായിരിക്കും 2 മ്യൂസിഷ്യൻസ് വരുന്നത്. വളരെ രസമായിട്ട് അവർ പെർഫോം ചെയ്യും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ അവർ വളരെ സിമ്പിളായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ചിലപ്പോൾ അവരുടെ ഒരു CD ആയിരിക്കാം, ചിലപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയത്തിനെ ആയിരിക്കാം അവരത് ഷെയർ ചെയ്യുമോ അല്ലെങ്കിൽ അത് വിറ്റ് എന്നുള്ളൊരു വരുമാന മാർഗം ഉണ്ടാക്കുക. അപ്പോൾ അതേസമയം തന്നെ ഇവർ വളരെ സിമ്പിളാണ്, വളരെ അലൈവാണ്, വളരെ ഡയറക്റ്റാണ്. അപ്പോൾ ഇവർ ഡയറക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരൊരിക്കലും നമ്മളെ ആളുകളെ അങ്ങനെ സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ രസിപ്പിക്കാം എന്നുള്ളൊരു ഒരു കൺസെപ്റ്റിലല്ല. ഇല്ല, രസിപ്പിക്കും, ആവേശഭരിതരാക്കും, രസിപ്പിക്കും. ഇതൊക്കെ ചെയ്യുക തന്നെ അവർ പറയാനുള്ള കാര്യങ്ങൾ വളരെ ഡയറക്റ്റായിട്ട്. അതൊരു പക്ഷേ ഒരു ഇൻഡിവിജ്വലിനോട് പറയുന്നതായിരിക്കില്ല. ഒരു പക്ഷേ അവരുടെ രാജ്യത്തിനോട് അവരുടെ നിലനിൽക്കുന്ന ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനോട് അവർ ഒന്നുകിൽ കലഹിക്കണമായിരിക്കാം അല്ലെങ്കിൽ അതിനെ തിരുത്തുന്നതായിരിക്കാം. അപ്പോൾ ഈ ബസ് എന്ന് പറയുന്നതും ലാറ്റിൻ അമേരിക്ക നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് പബ്ലിക്കായിട്ട് ഇത്ര അടുത്തിക്കണെന്നുള്ള ഒരു അവർ പൊട്ടിച്ചിട്ടുള്ള ആ കുറെ മതിലുകൾ, ആ ബാരിയേഴ്സിനെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ ചിന്ത പോകുന്നത് അവിടേക്ക് തന്നെയാണ്. എങ്ങനെയാണ് ഈ പറയുന്ന നാടകം അല്ലെങ്കിൽ തിയേറ്റർ അല്ലെങ്കിൽ പാട്ട് എന്നൊക്കെ പറഞ്ഞ് മാറ്റി കഷ്ണാക്കി വെച്ചിരിക്കുന്നിടത്ത് നമുക്ക് മിസ് ചെയ്യണത് പബ്ലിക്കിനെയാണ്. അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിൽക്കാനുള്ള ഒരു അവസരമാണ് പലപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞ് ഇല്ലാണ്ടാക്കണമെന്ന് തോന്നി. ഇപ്പോൾ ഉറുഗ്വായിൽ കൊന്തോംബ്ലെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതൊരു ആർട്ട് ഫോമാണ്. അത് പാട്ടും തിയേറ്ററും പിന്നെ ഇതുപോലെ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസിനെ, അവിടുത്തെ റിയാലിറ്റീസിനെ, സോഷ്യൽ റിയാലിറ്റീസിനൊക്കെ എടുത്തു വെച്ച് അവരിങ്ങനെ കീറി മുറിച്ച്, പക്ഷെ അത് ആർട്ടിലൂടെ അവർ പുറത്തേക്ക് വിടുക. അപ്പോൾ അവിടെ ഒരിക്കലും ഡയറക്ടർ, ആക്ടർ, മ്യൂസീഷ്യൻ അങ്ങനെ ഒരു ബാരിയറൊന്നുമില്ല, അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. ഒരു കൂട്ടം ആളുകൾ വന്ന് അവർക്ക് പറയാനുള്ള ആശയങ്ങൾ അവർ പല ഇതിലൂടെ പുറത്തു വിടുകയാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനുള്ളിൽ വെച്ചുകൊണ്ട്, ഈ ഒരു ആഗ്രഹത്തിനുള്ളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പിന്നെ ബസ് എന്ന് പറയുന്ന ഒരു ആശയത്തിനും കൂടി കണക്ട് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കേരളത്തിൽ തിയേറ്റർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആളുകൾ ഒരുപാട് നമ്മളൊക്കെ ഫേസ് ചെയ്യണതുമാണ്, ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. എപ്പോഴും നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ നോക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് പെർഫോമൻസ് സ്പേസസ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് പെർഫോമൻസ് അത് ഹാപ്പൻ ചെയ്യണില്ല. അപ്പോൾ സ്പേസസിൻ്റെ കുറവാണെന്ന് ചോദിച്ചു കുറേ. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കെട്ടിയുണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് കെട്ടിയുണ്ടാക്കിയ സ്ഥലങ്ങൾ മാത്രമായിട്ട് തീരുകയാണ്. അവിടെ മനുഷ്യനോ അവിടെ ഓർഗാനിക്കായിട്ടുള്ളൊരു എനർജിയോ അല്ല സംഭവിക്കുന്നത്, വെറുതെ അതൊരു ബിൽഡിംഗായി തീരുകയാണെന്നുള്ള അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് അങ്ങനെ ഏകദേശം ഒരു രൂപത്തിലുണ്ടാക്കി ചതുരം പോലെ വെച്ചിട്ടുള്ളൊരു സ്ഥലമല്ല വേണ്ടത്. ആളുകളുടെ അടുത്തേക്ക് പോകാനായിട്ടും അവരുടെ അടുത്തേക്ക് പോവുക. നമ്മുടെ പബ്ലിക്കിനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നതിനേക്കാളും നമ്മൾ അങ്ങോട്ട് പോയി അവരോട് ചോദിക്കുക, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്, എന്താണ് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ളൊരു ആവേശത്തിലാണ് ഞങ്ങൾ ബസ്സിനെ പഴയൊരു ബസ് മേടിക്കുന്നത്. മാർട്ടിൻ, ഈ ഊരാളി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഇത് പൊളിറ്റിക്സ് ഓഫ് ആർട്ട്. കല എന്ന് പറയുന്ന കാര്യത്തിലെ രാഷ്ട്രീയം. നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുകൾ അഡ്രസ്സ് ചെയ്യുന്ന ലാർജർ സോഷ്യൽ ഇഷ്യൂസാണ്. ഒപ്രഷൻ,
ഫോർ ഇൻസ്റ്റൻസ്, അല്ലെങ്കിൽ ക്രാസ് കമേഴ്ഷ്യലിസം, എന്തൊക്കെ തീംസ് ആണ് ഊരാളി ആസ് എ മ്യൂസിക് ബാൻഡ് അഡ്രസ് ചെയ്യുന്നത്? നമ്മളെ വളരെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരുപാട് സൊസൈറ്റിയിൽ ഉണ്ടാവുന്നുണ്ട്. അത് പലപ്പോഴും നമ്മളെ അസ്വസ്ഥരാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തേക്ക് പറയുക. അവരെ ആവേശം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ അസ്വസ്ഥരാക്കുന്നത് തന്നെയാണ് അവരെപ്പോഴും പറയുക. അപ്പോൾ ചിലപ്പോഴൊക്കെ ആളുകൾ നമ്മളോട് ചോദിക്കും ചില കാര്യങ്ങളൊക്കെ, നാടകമൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ വല്ല മെച്ചണ്ട. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കും, കഷ്ടപ്പാടാണ്, കാര്യമൊന്നുമില്ല അങ്ങനെ. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ആളുകൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് എടുത്ത് നമ്മൾ വാക്കുകൾ ഒരുക്കി വെച്ചിട്ട് പാട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ കുറേയേറെ കഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു, അപ്പോൾ അത് മണലെടുത്തു വിറ്റു വിറ്റ് മണലു വറ്റി പുല്ലു കെട്ടി പുഴ തന്നെ ഇല്ലാതായാൽ നാടു കേറി കേറി ചെന്ന് കാടു വെട്ടി തിന്നു തീർത്താൽ മരവുമില്ല മൃഗവുമില്ല കാടു തന്നെ ഇല്ലാതായാൽ വണ്ടി തിങ്ങി ഞെങ്ങി റോഡ് മുഴുവൻ നിറഞ്ഞു നിന്നാൽ യന്ത്രങ്ങൾ ഞരങ്ങി മൂളി നാട് മുഴുവൻ പുക നിറച്ചാൽ വണ്ടി തിങ്ങി ഞെങ്ങി റോഡ് മുഴുവൻ നിറഞ്ഞു നിന്നാൽ യന്ത്രങ്ങൾ ഞരങ്ങി മൂളി നാട് മുഴുവൻ പുക നിറച്ചാൽ ശ്വാസമില്ലാതായാൽ ഒരു ചെറിയ കാറ്റ് പോലും വീശാതായാൽ വെള്ളമില്ലാതായാൽ ഒരു കുഞ്ഞുമഴ പോലും പെയ്യാതായാൽ ശ്വാസമില്ലാതായാൽ ഒരു ചെറിയ കാറ്റ് പോലും വീശാതായാൽ വെള്ളമില്ലാതായാൽ ഒരു കുഞ്ഞുമഴ പോലും പെയ്യാതായാൽ കുറേയേറെ കഷ്ടപ്പെടും നമ്മളൊക്കെ കഷ്ടപ്പെടും, 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 കുറേയേറെ കഷ്ടപ്പെടും നമ്മളൊക്കെ കഷ്ടപ്പെടും. ഇഷ്ടപ്പെടുമല്ലേ? അതെ, കഷ്ടപ്പെടേണ്ട അവസ്ഥയിൽ പിന്നെ ഇനി അത് ഒളിച്ചു വെക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ പറയണല്ലോ കഷ്ടപ്പെടുന്നുള്ളത്. അത് പക്ഷെ നമ്മൾ പറയണമല്ലെന്ന്, ഇത് ആളുകൾ നമ്മളോട് പറയാണ് കഷ്ടപ്പാടാണെന്നുള്ളത്. ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കേൾക്കേണ്ടവർ കേൾക്കുന്നില്ല. കേൾക്കേണ്ട രീതിയിൽ പറയാൻ ശ്രമിക്കുമ്പോൾ പോലും അത് കേൾക്കണില്ല. അപ്പോൾ നമ്മൾ വീണ്ടും പറഞ്ഞു നോക്കുകയാണ്, അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മൾ പുതിയൊരു ഭാഷയിൽ പറഞ്ഞു നോക്കുകയാണ്.